കൂട്ടുകാരെ സുഖല്ലേ? ഇന്ന് എനിക്ക് ഓഫാണേ. അപ്പം എൻ്റെ വർക്ക് എന്ന് പറയുന്നത് കാലം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ. വായ കൊണ്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് എന്നാലും നമ്മൾ അതിൽ കൂടുതൽ നമ്മൾ ഒരുപാട് നമ്മളറിയാതെ ഒരുപാട് നടക്കുന്നുണ്ട് ഇല്ലേ? ഞാൻ നടക്കുന്നുണ്ട്, ഞാൻ നേഴ്സാണ്. അപ്പോൾ ഞാൻ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ കാലൊന്നും അങ്ങനെ സംരക്ഷിക്കാനുള്ള ഇതൊന്നും എനിക്കങ്ങനെ കിട്ടാറില്ല. ഇത് കണ്ടില്ല ഇവിടെയൊക്കെ ഇതൊക്കെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ബൂട്ട്സ് ചെയ്യുന്ന ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടിയ അല്ല, റിമൂവ് റഫ് ഡെഡ് സ്കിൻ ടു റിവീൽ സിൽക്കി സ്മൂത്ത് ആൻഡ് എക്സ്ഫോളിയേറ്റിംഗ് ആസിഡ് എന്നൊക്കെ പറഞ്ഞ സാധനം. ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട്. ഒരു കൺസ്യൂമായി പോകൊണ്ട് എൻ്റെ കാലൊക്കെ നന്നായിട്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു സോക്സ് മുറിച്ച് എൻ്റെ കാലിലേക്കാണ് ചെയ്യുന്നത്. പിന്നെ അത് കുറച്ച് ലൂസായതുകൊണ്ട് ഞാനത് പിന്നെടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഏകദേശം 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടേ. ശരിക്കും 90 മിനിറ്റ് വെച്ചാൽ മതി. ഞാൻ ഇതൊന്ന് അയച്ചു നോക്കട്ടെ. അപ്പോൾ ഒരു 90 മിനിറ്റാണ് നമുക്ക് മിനിമം വെക്കേണ്ടത്. ഞാനൊരു 2 മണിക്കൂർ മുകളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സംഭവത്തിൻ്റെ ആക്ഷൻ ഇപ്പോൾ നല്ല ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം വരെ ഈ ഒരു നമ്മുടെ സ്കിൻ ഇങ്ങനെ ഫീൽ ആവാൻ തുടങ്ങും. നമ്മൾ മറന്നു സത്യത്തിൽ ഉപയോഗിച്ച കാര്യം മറന്നു. ഞാൻ ആദ്യമായിട്ട് ചെയ്തപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പം നോക്കുമ്പോൾ എൻ്റെ കാലം ഇങ്ങനെ എൻ്റെ കാലം ഇങ്ങനെ അതേപോലെ സ്കിൻ ഇങ്ങനെ ഫീൽ ആയിക്കൊണ്ടിരിക്കും. ഈ തൊലിയൊക്കെ പൊളിഞ്ഞിരിക്കുന്നതാണ്. പക്ഷേ ഒരു 10 ദിവസം കഴിയുമ്പോൾ സ്കിന്നിൽ അതെല്ലാം മാറി ഇതൊക്കെ നമുക്ക്. പിന്നെ ഒരു കാര്യം പറയാം, നിങ്ങൾ സ്കിന്നൊക്കെ ഇങ്ങനെ ഫീൽ ആവുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് സോക്കൊക്കെ ചെയ്തിട്ടൊന്ന് കൈ മെല്ലെ നിറച്ച് എഴുതുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് പോകും. അല്ലെങ്കിൽ ഇങ്ങനെ ഈ സ്കിന്നിൻ്റെ ആ തൊലി ഇങ്ങനെ വലിച്ച് കളയുമ്പോൾ ചട്ട് വേദന കിട്ടും കേട്ടോ. അപ്പോൾ ഒന്ന് അവോയ്ഡ് ചെയ്യാണ്ടിരിക്കും. നമ്മൾ കുളിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ എന്തെങ്കിലും സ്ക്രബർ കൊണ്ടൊക്കെ നിറച്ച് കളയുന്നത് നല്ലതായിരിക്കും. അപ്പം നിങ്ങൾ ഇതും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫുഡ് ഫീൽ സോഫ്റ്റ്.